എങ്ങോട്ടേക്കാ പോന്നെ? സ്കൂളിലേക്ക് പോവാണ്. ഇന്ന് ലാനി എന്റെ സ്കൂളിലേക്ക് പോവാന്ന്. എന്റെ സ്കൂളിൽ ഇതുവരെ ആരും കണ്ടില്ലല്ലോ. രാജീവ് ഗാന്ധി അല്ലെ, മുഖേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പം 7th വരെ അവരെ സെയിം മാനേജ്മെന്റ് തന്നെയാണ് അവൾ പഠിച്ചത്. നമ്മള് 8ാം ക്ലാസ് തൊട്ട് ഹയർ സെക്കൻഡറിയിലേക്ക് ഒരു മെയിൻ സ്കൂളിലേക്കാണ്. അപ്പം യൂണിഫോമിന് ക്വാർട്ടറിൽ ഇന്ന് കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെ വാങ്ങി കുറച്ച് അഡ്മിഷന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. 11:30 ആകുമ്പോഴൊക്കെ അവിടെ സ്കൂളിലെത്താൻ പറഞ്ഞു എന്റെ പേരൻസിനോട്. പിന്നെ നേരെ അങ്ങോട്ടേക്ക് പോകാൻ പിന്നെ സ്കൂളിലെത്തിയിട്ടാണ്. ഞാൻ ഈ കയറ്റം നീ കയറണ്ടേ? സ്കൂൾ ബസ് ആണെങ്കിൽ അവിടെ മുറ്റം വരെ എത്തൂലേ അല്ലേ? ചെറിയൊരു കുന്നാണ് അങ്ങോട്ടേക്ക്. ഫുള്ള് ഇന്നത്തെ മീറ്റിങ്ങിന്റെ വണ്ടി, അതുകൊണ്ട് ബ്ലോക്ക് ചെറുങ്ങനെ. തിരക്കാണ്. അങ്ങനെ നമ്മള് സ്കൂളിലെത്തി. എന്തോ ഭാഗ്യത്തിന് മഴ ഇപ്പം ഇല്ല, ചെറുങ്ങനെ ഇതാകുന്നേ ഉള്ളൂ. ലാനി ഇന്ന് ഇട്ടേക്കുന്ന ഡ്രസ്സ് അവളെ ഫംഗ്ഷൻ, അന്നത്തെ ഫംഗ്ഷനിൽ അവളെ ബബീഷ് മാമൻ ഗിഫ്റ്റ് കൊടുത്തതാണ്. അപ്പോൾ ടീഷർട്ട് മാറ്റമുണ്ട്. ടീഷർട്ട് വൈറ്റ് ആയിരുന്നു, അത് കുറച്ച് ടൈറ്റ് ആവും. അപ്പോൾ അവൾ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതെടുക്കണോ? എന്തിനെടുക്കുന്നത് വേണോ? നോക്കെ ലാനിയ എങ്ങനെയുണ്ട്? കോട്ട് അതെല്ലാം നീ ഹാപ്പി അല്ലേ? മൺഡേ ഇനി വരണ്ടേ? ഏത് ഓക്കെ. എന്നാ പിന്നെ ഇനി നെക്സ്റ്റ് എങ്ങോട്ടെങ്കിലോ? ലാനിയൻ്റെ സ്കൂള് അടിപൊളിയാണ് അല്ലേ? ലാനിയ ഫുൾ ഹാപ്പിയിലാണ്. ഇനിയിപ്പോൾ മൺഡേ ടെൻഷൻ ഉണ്ടല്ലേ? ഞാൻ വരണ മൺഡേ നിന്നെ കൊണ്ടാക്കേ? നീ എങ്ങനെ വരുവാ? വേണ്ട, ബസ്സിലൊന്നും വരണം, എന്നെ കൊണ്ടാക്കാൻ ഞാൻ വരുന്നോളൂ. മൺഡേ കൊണ്ടുവെക്കാന്ന് പറഞ്ഞേനെ. നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ ക്ലാസ്സും ഇതൊക്കെ ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു, മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് നമ്മളെ സ്കൂളിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് സമയം ഏകദേശം 1 മണി കഴിഞ്ഞു. അപ്പോൾ ഇതാ നമ്മളെ ശ്രീകുട്ടനെ വിശന്നിട്ട് കണ്ടു കാണുന്നില്ല. ഇതൊന്നും പറയത്തെ. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ഹോട്ടലില്, പാനൂര് പുതിയൊരു ഹോട്ടലിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആരൊന്നും അറിഞ്ഞാത്ത ശ്രീകുട്ട. ലാനിയ നോക്കിയ. അപ്പൊ ഇന്ന് നമ്മൾ അവിടുന്ന് ഫുഡ് കഴിക്കാന്ന് വെച്ചിട്ടുണ്ടായാലും ഫുഡ് ഐറ്റംസ് എല്ലാം ഞാൻ വേറൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാട്ടോ. അപ്പൊ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. ശ്രീകുട്ടന് ഹെയർ കട്ട് ചെയ്യണം, അപ്പം അതും കൂടി കട്ട് ചെയ്യാൻ മൺഡേ സ്കൂൾ ഉറക്കല്ലേ. അതുകൊണ്ട് ശ്രീകുട്ട നേരം നോക്കിയോ? നേരം ഒന്ന് അതും കൂടി കട്ട് ചെയ്യാം. നമ്മളൊന്ന് ശ്രീകുട്ടിന്റെ ഹെയറെല്ലാം കട്ട് ചെയ്ത് അടിപൊളിയായി. ശ്രീകുട്ട കാണിക്കുന്നില്ല. ഇങ്ങനെ വീടിന്റെ ഒറ്റ വേന എടുക്കല് മറ്റിങ്ങനെ കറങ്ങുന്നില്ല. അത് ഇങ്ങനെ അരഞ്ഞിന്. അവന് ഹെയർ കട്ട് ചെയ്യുമ്പോ ചെറിയൊരു മുറിവ് പറ്റുകൊണ്ട് അവന് ഭയങ്കര പ്രശ്നം. എന്നോട് ഭയങ്കര ദേഷ്യമാണ്. എന്തിനാ ഹിന്ദിക്കാരൻ്റെ അടുത്ത് പോയെന്ന് പറഞ്ഞിട്ട് വീഡിയോയിൽ പോലും വരുന്നില്ല. ഇപ്പൊ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗായിരുന്നു, ചെറിയ വീഡിയോ ഉള്ളൂ. ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. മിനി വ്ളോഗ് ഇവിടെ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.